എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ റൈഡർ ഈ രണ്ട് വണ്ടികൾ ഓടിക്കുന്ന സമയത്ത് എന്ത് ഫീലിങ്സ് അവർക്ക് തോന്നും, അതുപോലെ നിങ്ങൾ ഈ രണ്ട് വണ്ടികളിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കണമെന്ന് വിചാരിച്ചിട്ട് കൺഫ്യൂഷനായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഹീറോ എക്സ്ട്രീം 125R ഡിസൈൻ എന്ന് പറയുന്നത് വളരെ സ്പോർട്ടി ആയിട്ടുള്ള സ്റ്റണ്ണിങ് ലുക്സ് കൊടുക്കുന്ന ഒരു ബൈക്കാണ്. യൂത്ത് അട്രാക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഒരു കമ്മ്യൂട്ടറിഷ് സ്റ്റൈലിലുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നിന്നും വിട്ട് കുറച്ചുകൂടെ ബെറ്റർ റോഡ് പ്രസൻസ് കിട്ടാനുള്ള തരത്തിലാണ് ഹീറോ ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേസമയം TVS റൈഡർ എന്ന് പറയുന്നതിൻ്റെ ലുക്സ് എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള ഒരു ലുക്സാണ്. കമ്മ്യൂട്ടറിഷ് സ്റ്റൈലാണെങ്കിലും കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഡിസൈൻ അപ്രോച്ച് കൊടുക്കാനായിട്ടാണ് TVS ശ്രമിച്ചിരിക്കുന്നത്. രണ്ട് വണ്ടികളിലും ഹെഡ്ലൈറ്റും ടെയിൽ ലാമ്പും ഒക്കെ LED യൂണിറ്റ്സ് ആണ് വരുന്നത്. എക്സ്ട്രീം 125Rൽ കംപ്ലീറ്റ്ലി LED യൂണിറ്റ്സ് ആണ് വരുന്നത്. അതേസമയം TVS റൈഡറിൽ ഇൻഡിക്കേറ്റർ മാത്രം ഹാലജൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വണ്ടികളിലും ബെറ്റർ വിസിബിലിറ്റി തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും എക്സ്ട്രീം 125R ആണ്. മീറ്റർ കൺസോളിൻ്റെ വിസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രീം 125Rൽ അത്രത്തോളം വിസിബിൾ അല്ല, കാരണം നെഗറ്റീവ് ഡിസ്പ്ലേ ആണ്. TVS റൈഡറിൽ രണ്ട് ടൈപ്പിലുള്ള മീറ്റർ കൺസോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നോർമൽ ഡിജിറ്റൽ സ്പീഡോമീറ്ററും ടോപ്പ് എൻഡ് മോഡലിൽ TFT ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള വിസിബിലിറ്റി തരുന്ന മീറ്റർ കൺസോൾ ഡിസൈനാണ്. ഇനി ഈ രണ്ട് വണ്ടികളുടെ എഞ്ചിനും അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇനിഷ്യൽ പിക്കപ്പ് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത്, അതുപോലെ ഒരു പവർഫുൾ ബൈക്കാണെന്ന് നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ തോന്നുന്നത് എക്സ്ട്രീം 125R ആണ്. അതിൻ്റെ എക്സോസ് സൗണ്ട് കൊണ്ടും അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. ഇതൊരു 125cc ഉപരി ഒരു 150cc അടുത്ത് നിൽക്കുന്ന പെർഫോമൻസ് തരുന്നുണ്ടല്ലോ എന്ന് നമുക്ക് ഫീൽ ചെയ്യും. TVS റൈഡറിൽ ലീനിയർ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറിയാണ്, പക്ഷേ പുള്ളി എന്ന രീതിയിൽ സ്ലൈറ്റ്ലി ഫാസ്റ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് എക്സ്ട്രീം 125Rനെ കമ്പയർ ചെയ്യുമ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വണ്ടികളുടെ പവർ ടു വെയിറ്റ് റേഷ്യോയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ TVS റൈഡറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 13 കിലോയോളം വെയിറ്റ് കുറവാണ് എക്സ്ട്രീം 125Rനേക്കാൾ. അതുകൊണ്ട് തന്നെ പവർ ടു വെയിറ്റ് റേഷ്യോ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് TVS റൈഡറിലാണ്. TVS റൈഡർ ഓടിക്കുന്ന സമയത്ത് ത്രോട്ടിൽ റെസ്പോൺസ് വളരെ ലീനിയറായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഈ രണ്ട് വണ്ടികളും ഒരു ഡ്രാഗ് റേസ് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും റൈഡർ 125 എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ TVS റൈഡറിന് രണ്ട് റൈഡിംഗ് മോഡ് കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് റൈഡിംഗ് മോഡിലും പവറിൽ വലിയ കാര്യമായ വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ബേസിക് മോഡിൽ 8000 RPM ഫസ്റ്റ് 4 ഗിയേഴ്സിൽ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം 5th ഗിയറിൽ 7000 RPM മേലെ പുഷ് ചെയ്യാൻ പറ്റത്തില്ല. ടോപ്പ് ആൻഡ് പെർഫോമൻസ് കുറച്ച് റെഡ്യൂസ് ചെയ്തിട്ടാണ് ബേസിക് മോഡിൽ ആക്റ്റീവ് ആകുന്നത് TVS റൈഡറിൽ. ഇതിൻ്റെ സെക്കൻഡ് മോഡിൽ മാക്സിമം പവർ നമുക്ക് എടുക്കാൻ പറ്റും, അതായത് ടോപ്പ് ആൻഡ് മാക്സിമം നമുക്ക് കിട്ടുന്നത് പവർ മോഡിലാണ്. പെർഫോമൻസ് വൈസ് ഞാൻ രണ്ട് വണ്ടിയിലും സാറ്റിസ്ഫൈഡ് ആണ്. ഈ രണ്ട് വണ്ടികളിലും മാറി മാറി നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഒരു റൈഡറിനെ ഫീൽ ചെയ്യുന്നത് കുറച്ചുകൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പഞ്ച് തരുന്ന വണ്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് എക്സ്ട്രീം 125R ആണ്. പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് എക്സ്ട്രീം 125Rനേക്കാളും കൂടുതൽ ഫാസ്റ്ററായിട്ട് റൈഡ് ചെയ്യാനായിട്ട് TVS റൈഡറിന് സാധിക്കും എന്നുള്ളതാണ്. ഹീറ്റ് മാനേജ്മെൻറ്റ് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ കൂൾഡ് ആയിട്ടുള്ള വണ്ടിയാണ് എക്സ്ട്രീം 125R എന്ന് പറയുന്നത്. TVS റൈഡർ എയർ കൂളും അതുപോലെ ഓയിൽ കൂളിംഗ് സെറ്റപ്പും കൊടുക്കുന്നുണ്ട്. അപ്പം ഹീറ്റ് മാനേജ്മെൻറ്റ് ബെറ്റർ ആയിട്ടുള്ളത് TVS റൈഡറിലാണ്. എക്സ്ട്രീം 125Rൻ്റെ മറ്റൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിന് കിക്ക് സ്റ്റാർട്ട് വരുന്നുണ്ട്, അതുപോലെ ഇലക്ട്രിക് സ്റ്റാർട്ടും വരുന്നുണ്ട്. TVS റൈഡറിന് കിക്ക് സ്റ്റാർട്ട് ഇല്ല, അതൊരു പോരായ്മയായിട്ട് ഫീൽ ചെയ്തു. കാരണം ബാറ്ററി ഡൗൺ ആകുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രീം 125Rൻ്റെ കിക്ക് സ്റ്റാർട്ട് വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ എൻജിൻ റിഫൈൻമെൻറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വണ്ടിയും വളരെ സ്മൂത്താണ്. ചെറിയൊരു ബസ് ഫീൽ ചെയ്യുന്നത് അതിൻ്റെ ടോപ്പ് എൻഡ് സ്പീഡിൽ തന്നെയാണ്, അതല്ലെങ്കിൽ ടോപ്പ് എൻഡ് RPMലാണ്. നല്ല സ്മൂത്തായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന വളരെ ലോ ആയിട്ടുള്ള മിനിമൽ വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ ടോപ്പ് RPMസിൽ. ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60-65 സിമ്പിളായിട്ട് നമുക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റും. പിന്നെ ഇത് ഒരു 90 to 100 വരെയും പുഷ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വേറൊരു പ്രത്യേകത കൂടെയാണ്. പിന്നെ 100+ പുഷ് ചെയ്യുമ്പോൾ ഈ രണ്ട് വണ്ടികളും അല്പം സ്ട്രെസ്ഡ് ഔട്ട് ആവുന്നുണ്ട് എൻജിൻ. അതർവൈസ് ഒരു 125cc കമ്മ്യൂട്ടർ ബൈക്ക് എന്നുള്ള സെറ്റപ്പിൽ നോക്കുകയാണെങ്കിൽ ഇതിന് നല്ല രീതിയിലുള്ള പവറുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലച്ച് ആൻഡ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്, ക്ലച്ച് വളരെ ലൈറ്ററാണ് രണ്ട് വണ്ടികളുടെയും. ഗിയർ ഷിഫ്റ്റിംഗ് ഒരുപാട് സോഫ്റ്റായിട്ട് തോന്നിയത് എക്സ്ട്രീം 125Rലാണ്. അത് കുറച്ച് കൂടുതൽ സോഫ്റ്റ് ആയോ എന്നുള്ള ഒരു ഫീലിങ്സ് എനിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗിയർ വീഴുന്നത് അത്രത്തോളം അറിയാൻ പറ്റുന്നില്ലാത്ത പോലെ എനിക്കൊരു ഫീൽ തോന്നി. TVS റൈഡറിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് വീഴുന്നതായിട്ട് അറിയുന്നുണ്ട്, പക്ഷേ ഇടയ്ക്കൊരു ഫോൾസ് ന്യൂട്രൽസ് ഒക്കെ ഫീൽ ചെയ്തു. ഇനി എർഗണോമിക്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രീം 125R എന്ന് പറയുന്നത് കുറച്ച് കമ്മിറ്റഡ് ആണ്, അതുപോലെ കുറച്ച് സ്പോർട്ടിയാണ്. റൈഡർ സീറ്റ് കംഫർട്ടബിൾ ആണ്, അത്യാവശ്യം സ്പേഷ്യസ് ആണ്, കുറച്ച് സോഫ്റ്ററാണ്. അതുപോലെ തന്നെ റിയർ സീറ്റ് എന്ന് പറയുന്നത് അത്രത്തോളം കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല കമ്പയർ ടു TVS റൈഡർ. അതായത് നമുക്കിപ്പോൾ ഒരു യങ്സ്റ്റേഴ്സിന് പറ്റും, പക്ഷേ പ്രായമുള്ള ആൾക്കാരെയൊക്കെ വെച്ചുകൊണ്ട് പോകാനായിട്ട് ഇത്തിരി പാടാണ്.
സിംഗിൾ സൈഡ് അമ്മമാരെയൊക്കെ ഇരുത്തിക്കൊണ്ട് പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരി പാടാണ്. കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. അതുപോലെ സീറ്റ് കമ്പയർ ടു ടി വി എസ് റൈഡർ കുറച്ച് സൈസ് കുറവാണ്. അത്യാവശ്യം നല്ല കുഷ്യനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ എക്സ്ട്രീം 125R റൈഡറിൻ്റെ സീറ്റിൽ നമ്മൾ കുറേ നേരം ലോങ് ഓടിക്കുന്ന സമയത്ത് സീറ്റിൻ്റെ അടിഭാഗത്തുള്ള ഉൾഭാഗത്തുള്ള എന്തോ ഒരു പാർട്ട് നമ്മുടെ ബോഡിയിൽ നമ്മളെ ഹിറ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ടി വി എസ് റൈഡറിൻ്റെ കാര്യത്തിൽ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എർഗണോമിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. റൈഡറിനാണെങ്കിലും പില്ലിയനാണെങ്കിലും നല്ല സീറ്റ് കുഷ്യൻ അടിപൊളിയാണ്, നല്ല സോഫ്റ്റാണ്. ഒരു പ്രീമിയം ഫിറ്റ് ആൻഡ് ഫിനിഷ് സീറ്റിൽ തോന്നുന്നുണ്ട്. പില്ലിയൻ സീറ്റ് എന്ന് പറയുന്നത് വളരെ കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നി. വളരെ ഫ്ലാറ്റാണ്, നല്ല വൈഡാണ്, അത്യാവശ്യം വിഡ്ത്തുള്ള ടൈപ്പ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പ്രായമുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ സിംഗിൾ സൈഡൊക്കെ ഇരുത്തി കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓവറോൾ എർഗണോമിക്സിൻ്റെ കാര്യത്തിൽ കംഫർട്ടും മറ്റു കാര്യങ്ങളും കുറച്ചുകൂടെ പ്രാക്ടിക്കൽ സൈഡ് എനിക്ക് ഫീൽ ചെയ്തത് ടി വി എസ് റൈഡറിലാണ്. ഇനി മൈലേജിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മൈലേജ് രണ്ട് വണ്ടികൾക്കും കിട്ടും. എക്സ്ട്രീം 125R ഒരു പ്രാക്ടിക്കൽ മൈലേജ് എന്ന് പറയുന്നത് 58 മുതൽ 60 കിലോമീറ്റർ വരെയാണ്. കാരണം ഇതിൻ്റെ പവർ ടു വെയിറ്റ് റേഷ്യോ അതൊരു ഘടകമാണ്. അതേസമയം ടി വി എസ് റൈഡറിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള മൈലേജ് സിറ്റിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്കോ മോഡ് അല്ലെങ്കിൽ ബേസ് മോഡ് എന്ന് പറയുന്നത് RPM ലിമിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബെറ്റർ മൈലേജ് കിട്ടും. അതുപോലെ തന്നെ ഓട്ടോ കട്ട് ഓഫ് ഒരു ഓപ്ഷനായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിറ്റിയിൽ കുറച്ച് നിങ്ങൾ കൂടുതലായിട്ട് ഓടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ സിറ്റി മൈലേജ് ബെറ്ററായിട്ട് കിട്ടുന്നത് ടി വി എസ് റൈഡറിലായിരിക്കും. മൊത്തത്തിലുള്ള ഒരു മൈലേജ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 60-65 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഒരു 50 കിലോമീറ്റർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഹൈവേയിൽ ഓടിക്കുകയാണെങ്കിൽ ഒരു 65 to 70 ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിലും കൂടുതൽ നമുക്ക് മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്പീഡ് അതുപോലെ നമ്മൾ RPM കയറുന്നത് റെഡ്യൂസ് ചെയ്തിട്ട് വേണം ഓടിക്കാനായിട്ട്. അതായത് ഒരു 40-50 ഇടയ്ക്ക് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. ഇനി ഇതിൻ്റെ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രീം 125R എന്ന് പറയുന്നത് കുറച്ച് പെപ്പി ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. അങ്ങനത്തെ ഒരു ബൈക്കായിട്ട് ഫീൽ ചെയ്തു. അതേസമയം ടി വി എസ് റൈഡർ എന്ന് പറയുന്നത് വളരെ ലൈറ്ററായിട്ടുള്ള വളരെ നിമ്പിളായിട്ടുള്ള ഈസി ടു ഹാൻഡ്ലിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കായിട്ട് ഫീൽ ചെയ്തു. പിന്നെ സ്റ്റെബിലിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രീം 125R ടോപ്പ് എൻഡിൽ നമുക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കുറയുന്നുണ്ട്. കാരണം ഇതിൻ്റെ വളരെ ഫ്ലഷി ആയിട്ടുള്ള സസ്പെൻഷൻ ആയതുകൊണ്ട്. അതേസമയം ടി വി എസ് റൈഡറിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈവേയിലും ഹയർ സ്പീഡിലും നമുക്ക് നല്ല ഒരു കോൺഫിഡൻസും അതുപോലെ സ്റ്റേബിളായിട്ട് വണ്ടി നിൽക്കുന്നുണ്ട് ഹയർ സ്പീഡിലും. സസ്പെൻഷൻ സെറ്റപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രീം 125R 7 സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആണ്. വളരെ സോഫ്റ്റായിട്ടാണ് സസ്പെൻഷൻ സെറ്റപ്പ് ഇരിക്കുന്നത് റിയറിലെ. അതേസമയം ടി വി എസ് റൈഡറിൽ 5 സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആണ്. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ യൂണിറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയും ഹൈവേയും നമുക്കൊരു മീഡിയം സ്റ്റിഫറായിട്ടുള്ള സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. സിറ്റിയിലപ്പോൾ ഓടിക്കുമ്പോൾ ഗട്ടറൊക്കെ ഉള്ള സ്ഥലത്തൂടെ ഓടിക്കുമ്പം ഒരുപാട് പ്രശ്നമില്ലാതെ പോകണം. ഹൈവേയിൽ ഓടിക്കുന്ന സമയത്ത് സ്റ്റെബിലിറ്റിയും നഷ്ടപ്പെടരുത്, എന്നാൽ ഒരു മീഡിയം കംഫർട്ട് കിട്ടണം എന്നുള്ള തരത്തിലാണ് ടി വി എസ് റൈഡറിൻ്റെ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് രണ്ട് വണ്ടികളുടെയും ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. 180 mm ഗ്രൗണ്ട് ക്ലിയറൻസ് രണ്ട് വണ്ടിക്ക് ഉണ്ടെങ്കിലും അത് സിംഗിൾ റൈഡിൽ കുഴപ്പമില്ല. പക്ഷേ പില്ലിയനെ വെച്ച് വെയിറ്റൊക്കെ കയറുന്ന സമയത്ത് ഹമ്പിലൊക്കെ ഓടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് അടി സ്ക്രാച്ച് ആകാനുള്ള ചാൻസ് ഉണ്ട് രണ്ട് വണ്ടികളുടെയും. കാരണം അതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പിൻ്റെ കാര്യം കൊണ്ടാണ്. വെയിറ്റ് കയറുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓടിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ അധികം അടി ഇടിക്കുന്ന ഒരു പ്രശ്നം വരത്തില്ല. ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ് എന്ന് എനിക്ക് പറയാനായിട്ടുള്ളത് എക്സ്ട്രീം 125R ABS കൊടുത്തിട്ടുള്ളതെന്നുള്ളതാണ്. 125cc അങ്ങനെ നല്ലൊരു കാര്യം ചെയ്തിരിക്കുന്നത്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് നിർത്താൻ പറ്റും. ബ്രേക്ക് ബൈറ്റ് എക്സ്ട്രീം 125R ഒരു പ്രോഗ്രസീവായിട്ടുള്ള ബ്രേക്ക് ഫീഡ്ബാക്കാണ്. പക്ഷേ ABS ഉള്ളതുകൊണ്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് നിർത്താൻ പറ്റും. ടി വി എസ് റൈഡറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ABS ഇല്ല, അതൊരു മിസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഷാർപ്പായിട്ടുള്ള ഒരു ഇനീഷ്യൽ ബ്രേക്ക് ബൈറ്റാണ് എക്സ്ട്രീം 125R അപേക്ഷിച്ച് നോക്കുമ്പോൾ കിട്ടുന്നത്. അപ്പം ABS കൂടെ കൊടുത്തിരിക്കുന്നത് നന്നായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ പിടിച്ച് നിർത്താൻ പറ്റും. പിന്നെ ടയേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വൈഡറായിട്ടുള്ള ടയർ കൊടുത്തിരിക്കുന്നത് എക്സ്ട്രീം 125R MRFൻ്റെയാണ്. അത്യാവശ്യം ലൈഫുണ്ട്. ടി വി എസ് റൈഡറിൽ ടയറിൻ്റെ ഗ്രിപ്പ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നി. പക്ഷേ ലൈഫ് അല്പം കുറവാണ്. കാരണം ടയർ ഗ്രിപ്പ് കൂടുന്നതനുസരിച്ചിട്ട് ലൈഫ് കുറയും, ടയർ ഗ്രിപ്പ് കുറയുന്നതനുസരിച്ചിട്ട് ലൈഫ് കൂടും. പക്ഷേ കോൺഫിഡൻസ് ലെവൽ കുറവായിരിക്കും. പിന്നെ ഇനി ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രീം 125R ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് പ്ലാസ്റ്റിക് പാർട്സ് ഒക്കെ ഇത്തിരി ബെറ്റർ ആക്കാരെന്ന് തോന്നി. അതുപോലെ റിയർ സീറ്റ് വളരെ ഫ്ലിംസി ആയിട്ട് തോന്നി, ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ടി വി എസ് റൈഡറിൻ്റെ കാര്യത്തിൽ ബിൽഡ് ക്വാളിറ്റി നോക്കുമ്പം കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റിയും ഫിറ്റ് ആൻഡ് ഫിനിഷും ടി വി എസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പെയിൻ ക്വാളിറ്റിയൊക്കെ ബെറ്ററായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് 1.18 lakhs ആണ് ഏകദേശം രണ്ട് വണ്ടികളുടെയും ബേസ് വേരിയൻസിന് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് വേരിയൻസ് നോക്കുമ്പം എക്സ്ട്രീം 125R 1.33 ആണ് വരാൻ ചാൻസ്.
TVS റൈഡറിൽ 1.36 ടോപ്പ് എൻഡ് മോഡലിന് വരാൻ സാധ്യതയുണ്ട്. ഇതൊരു ഏകദേശ വിലയാണ്. കേരളത്തിലെ ഓൺ റോഡ് പ്രൈസ് കൃത്യമായിട്ട് അറിയാവുന്നവർ കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. TVS റൈഡറിൻ്റെ ടോപ്പ് എൻഡ് മോഡലിൽ TFT അതുപോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, വോയിസ് അസിസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് ആ ഒരു ടോപ്പ് എൻഡ് മോഡലിന് മാത്രം അല്പം വില കൂടുതലുള്ളത്. അതർവൈസ് രണ്ടും ഈക്വൽ ആയിട്ടുള്ള പ്രൈസിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി എൻ്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വണ്ടികളിലും ഏത് വണ്ടി നിങ്ങൾ വാങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് TVS റൈഡറിൻ്റെ കാര്യം പറയാം. റൈഡർ എന്ന് പറയുന്നത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള, അതേസമയം റൈഡറിനും പില്ലിനും വളരെ കംഫർട്ട് നൽകുന്ന, വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, ഒരു ബെറ്റർ സിറ്റി മൈലേജ് തരുന്ന ഒരു മോഡേൺ കമ്മ്യൂട്ടർ ബൈക്കാണ് TVS റൈഡർ എന്ന് പറയുന്നത്. എക്സ്ട്രീം 125R എന്ന് പറയുന്നത് വളരെ സ്റ്റണ്ണിങ് ലുക്സ് ഉള്ള അല്ലെങ്കിൽ സ്പോർട്ടി ഫീൽ തരുന്ന ഒരു സിംഗിൾ റൈഡിന് വേണ്ടി കൂടുതലായിട്ടും അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിനെ മെയിനായിട്ട് അട്രാക്ട് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള യങ് ആയിട്ടുള്ള ഒരു പില്യൻ റൈഡറിനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിൽ ABS ബ്രേക്കിംഗ് ഉൾപ്പെടെ കൊടുത്തിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു മൈലേജ് ഫിഗറും പ്ലഷ്യർ ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ സെറ്റപ്പും കൊടുത്തിട്ടുള്ള ഒരു സ്റ്റണ്ണിങ് നേക്കഡ് സ്പോർട്ടി ബൈക്കാണ് എക്സ്ട്രീം 125R എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് പ്ലസ് പോയിൻറ്റ്സും മൈനസ് പോയിൻറ്റ്സും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈഡറിൻ്റെ പ്ലസ് പോയിൻറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ എയർ പ്ലസ് ഓയിൽ കൂൾഡ് അതുപോലെ 3 വാൽവ് എഞ്ചിനാണ്. സ്റ്റെബിലിറ്റി അടിപൊളിയാണ്. മൈലേജ് ബെറ്റർ ആയിട്ടുള്ള മൈലേജ് കിട്ടുന്നുണ്ട്. യുണീക്ക് ലുക്കാണ്. പെർഫോമൻസ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഹാൻഡ്ലിംഗ് വളരെ ഈസിയാണ്. അതുപോലെ സിംഗിൾ സീറ്റും സ്പ്ലിറ്റ് സീറ്റ് ഓപ്ഷനും കൊടുക്കുന്നുണ്ട്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് സെറ്റപ്പ് ഉണ്ട്. ഇംപ്രൂവ്മെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ചാനൽ ABS ഇതിനകത്ത് മിസ്സിംഗ് ആണ്. ബാറ്ററി പെട്ടെന്ന് ഡ്രെയിനായി പോകുന്ന ഒരു ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴക്കാലത്ത് വളരെയധികം ചെളി തെറിക്കുന്നതായിട്ട് അങ്ങനെയുള്ളൊരു പ്രോബ്ലം ഉണ്ട്. കാരണം ഒരു ടയർ ഹഗ്ഗർ തീർച്ചയായിട്ടും വെക്കേണ്ടി വരും. എക്സ്ട്രീം 125Rൻ്റെ പ്ലസ് പോയിൻറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് അടിപൊളിയാണ്. സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിനാണ്. സിംഗിൾ ചാനൽ ABS സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. റിയർ സസ്പെൻഷൻ വളരെ കംഫർട്ടബിൾ ആണ്. ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി ബെറ്റർ ആണ്. ഒരു സ്റ്റണ്ണിങ് ലുക്സ് കൊടുക്കുന്നുണ്ട്. കിക്ക് സ്റ്റാർട്ട് ഉണ്ട്. പ്രൊജക്ടർ LED ഹെഡ് ലാമ്പാണ്. ഇതിൻ്റെ ഇംപ്രൂവ്മെൻറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻജിൻ കട്ട് ഓഫ് ആകുന്ന ഒരു പ്രോബ്ലം ഇനിഷ്യൽ RPMസിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഹീറോയ്ക്ക് തീർച്ചയായിട്ടും ECUവിൽ റീമാപ്പിംഗ് ബെറ്ററായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയാക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഫൈബർ പാർട്സിൻ്റെ ക്വാളിറ്റി അത്രത്തോളം പോരാ എന്ന് തോന്നി. റൈഡർ സീറ്റിൻ്റെ ഉൾഭാഗത്തുള്ള ആ ഒരു പ്ലാസ്റ്റിക് പാർട്സ് ബോഡിയിലേക്ക് ടച്ച് ആകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പില്യൻ കംഫർട്ട് കുറച്ചുകൂടെ ബെറ്റർ ആക്കാനും തോന്നി. അതുപോലെ റിയർ സീറ്റ് വളരെ നന്നായി ഷെയ്ക്ക് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. പ്രായമുള്ള ആൾക്കാർക്ക് ഇത് അത്രത്തോളം കംഫർട്ടബിൾ ആയിരിക്കില്ല. മീറ്റർ കൺസോൾ വിസിബിലിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആക്കാനും തോന്നി. ടോപ്പ് ആൻഡ് സ്റ്റെബിലിറ്റി കുറച്ച് ഇമ്പ്രൂവ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ ഓവറോൾ ഈ രണ്ട് വണ്ടികളുടെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സർവീസിൻ്റെ കാര്യം പറയുമ്പം സർവീസ് എന്ന് പറയുന്നത് രണ്ട് വണ്ടികളുടെയും സർവീസ് അത്രത്തോളം ഗംഭീരമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്തായിരുന്നാലും ഏത് വണ്ടി എടുത്താലും നമുക്ക് സീറോ കംപ്ലയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു വണ്ടികളും എടുക്കാനായിട്ട് പറ്റില്ല. വണ്ടികൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്ന സമയത്ത് പ്രോബ്ലംസ് വരാം. അത് ഇതിൻ്റെ ഭാഗമാണ്. അപ്പം ഞാൻ ഈ രണ്ട് വണ്ടികളും ഓടിച്ചതിന് ശേഷം എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്ലസ് പോയിൻറ്റ്സും ഇമ്പ്രൂവ്മെൻറ്റ്സും എല്ലാം ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് വണ്ടികൾ എന്ന് പറയുന്നത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബൈക്കാണ്. ഇപ്പം സ്കൂട്ടറിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരാൾക്കും ബൈക്ക് റൈഡിങ് പഠിച്ചു തുടങ്ങിയ ഒരാൾക്കും വളരെ കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റുന്ന രണ്ട് ബൈക്കുകളാണിത്. മീഡിയം ഹൈറ്റുള്ളവർക്കും ഷോർട്ടായിട്ടുള്ള ഹൈറ്റുള്ളവർക്കും രണ്ട് വണ്ടികളും കംഫർട്ടബിൾ ആയിരിക്കും. എക്സ്ട്രീം 125R എന്ന ബൈക്ക് ആര് പ്രിഫർ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് നിങ്ങൾ യങ്സ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്പോർട്ടി കമ്മ്യൂട്ടർ ബൈക്ക് അങ്ങനെ വേണം എന്നുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും എക്സ്ട്രീം 125R പ്രിഫർ ചെയ്യാം. TVS റൈഡർ 125 ആരെടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സ്, അതേപോലെ തന്നെ അല്പം ഏജുള്ള ആൾക്കാർക്കും ബെറ്റർ കംഫർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കമ്മ്യൂട്ടർ ബൈക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും റൈഡർ പ്രിഫർ ചെയ്യാം. ഫൈനലി ഈ രണ്ട് വണ്ടികളും നിങ്ങൾ ടെസ്റ്റ് റൈഡ് ചെയ്തിട്ട് മാത്രമേ ഒരു ഡിസിഷൻ എടുക്കാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റിയൽ ലൈഫിൽ നിങ്ങൾക്കെന്ത് ബെറ്ററായിട്ട് തോന്നും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഇറങ്ങുന്ന ബൈക്കുകളൊക്കെ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ എപ്പോഴും റിസർവിൽ ഓടിക്കാൻ പാടില്ല. എപ്പോഴും വണ്ടിയിൽ ഒരു ഹാഫ് ടാങ്ക് പെട്രോൾ നിങ്ങൾ കീപ്പപ്പ് ചെയ്ത് ഓടിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിന് പ്രോബ്ലംസ് ഭാവിയിൽ വന്നു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ എഞ്ചിൻ്റെ കാര്യങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പ്രോപ്പറായിട്ടുള്ള കറക്റ്റ് സർവീസ് ഇൻ്റർവെൽസ് നോക്കി വണ്ടിയുടെ ഓയിലും മറ്റു കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് വണ്ടി കൊണ്ടു നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബെറ്റർ മൈലേജും ബെറ്റർ ആയിട്ടുള്ള എൻജിൻ ലൈഫും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എങ്ങനെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടും എന്നുള്ളതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ കാണുക. മൈലേജ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ ഓൾറെഡി ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിടു വീഡിയോ വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ.